മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ സാബു ടി പോൾ വെട്ടിയാർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസ് എന്ന ക്രിസ്തീയ പ്രോഗ്രാമിലൂടെ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനത്തിൽ ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വേദഭാഗം വായിക്കാൻ താല്പര്യപ്പെടുന്നു. അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ കണ്ണിന് മുൻപാകെ നോഹ ദൈവകൃപയിൽ അടിസ്ഥാനപ്പെട്ട് ജീവിച്ചു. ദൈവം നോഹയെ പരിഗണിച്ചു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നാണ് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നത്. ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നോഹ ജീവിച്ചത്, നമുക്കറിവുള്ളതാണ്. അധാർമികമായി അനുഭവിച്ച ഒരു തലമുറയുടെ നടുവിൽ, ഭക്ഷണത്തോട് നിറഞ്ഞ തലമുറയുടെ നടുവിൽ നീതിമാനായി നിഷ്കളങ്കനായി ദൈവത്തിൻ്റെ പരിഗണന ലഭിക്കുമാറ് ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു നോഹ എന്ന് പറയുന്നത്. ഈ ദൈവകൃപയിൽ 7-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ഈ ദൈവകൃപയിൽ പരിഗണനയുണ്ട് എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. പരിഗണനയുണ്ട്. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ദൈവകൃപയിൽ അനുസരണമുണ്ട്. 7-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവത്തെ നോഹ അനുസരിച്ചു. വാക്യം 7-ലേക്ക് വരുമ്പോൾ നോഹയെ കുടുംബാംഗങ്ങൾ അനുസരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമതായി ദൈവകൃപയുടെ ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത് ദൈവകൃപയിൽ മഹത്തായ സംരക്ഷണമുണ്ട് എന്നാണ് വായിക്കാൻ കഴിയുന്നത്. 7-ാം അധ്യായം 16-ാം വാക്യത്തിലും 23-ാമത്തെ വാക്യത്തിലും നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ദൈവകൃപ, ആ കൃപ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിവുള്ളതാണ്. അർഹതയില്ലാത്ത സ്ഥാനത്ത് പ്രതിഫലിച്ച ഏതുമില്ലാതെ ദൈവം നമുക്ക് നൽകിയ ദാനമാണ് ദൈവകൃപ എന്ന് പറയുന്നത്. നാം ചിന്തിച്ചതുപോലെ ദൈവകൃപയിൽ പരിഗണനയുണ്ട്, ദൈവകൃപയിൽ അനുസരണമുണ്ട്, ദൈവകൃപയിൽ മഹത്തായ സംരക്ഷണമുണ്ട്. ഈ തിരുവചനം വായിച്ച് നാം ധ്യാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഓടി വരുന്ന നമ്മുടെ ഒരു പൂർവ്വകാല അവസ്ഥയുണ്ട്. ഒരു കാലത്ത് ദൈവകൃപയ്ക്ക് അനർഹരായി, ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവരായി, പാപത്തിന്റെ വഴികളിലൂടെ ജീവിച്ച് പോകുന്ന ഒരു ജീവിത സാഹചര്യം ആ പൂർവ്വകാലാവസ്ഥ നമ്മെ ഭീതിപ്പെടുത്തുന്നതാണ്. എന്നാൽ ഇന്ന് നാം അനുഭവിക്കുന്ന ദൈവിക സന്തോഷം, ദൈവിക പരിപാലനം, പ്രത്യാശാനിർഭരമായ ജീവിതം, ഇത് ദൈവത്തിന്റെ അനന്തമായ കൃപ കൊണ്ട് മാത്രം നമുക്ക് ലഭ്യമായ ഒന്നാണ്. തിരുവഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത് നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു, അധാർമികമായ പ്രവർത്തനങ്ങൾക്ക് വിധേയരായി, പാപത്തിന്റെ വഴിയിൽ തന്നിഷ്ടക്കാരായി, അതിൻ്റെ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ച പൂർവ്വകാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നാം ദൈവകൃപ ലഭിച്ചവരാണ്. അതുകൊണ്ട് നാം കർത്താവിനെ ആരാധിക്കുന്നു. നാം ദൈവകൃപ ലഭിച്ചവരാണ്. നാം അതുകൊണ്ട് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുന്നു. നാം ദൈവകൃപ ലഭിച്ചവരാണ്. അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ പദവി, അതിലേക്ക് എത്തിച്ചേരുവാൻ കാരണമായി തീർന്ന വിഷയം എന്താണ്? ഒന്ന്, ദൈവകൃപ മാത്രമാണ്. ദൈവത്തിന്റെ അനന്തമായ സ്നേഹം തൻ്റെ ജനത്തിന്റെ മേൽ, ലോകത്തിന്റെ മേൽ
ദൈവം പ്രദർശിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് 16-ാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവലോകത്തെ സ്നേഹിച്ചു. ആഴമായ സ്നേഹം, അനന്തമായ സ്നേഹം, അവാജ്യമായ സ്നേഹം മാനവജാതിയിലേക്ക് ചൊരിയുവാൻ ദൈവത്തിൽ പ്രസാരമായി. അവിടെ വായിക്കുന്നത് തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പാപത്തിന് അധീനരായിപ്പോയ മനുഷ്യനെ, പാപത്തിന്റെ ഫലമായ നിത്യ നരക ശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ട മനുഷ്യനെ പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദമായപ്പോൾ തന്റെ പൊന്നോമന പുത്രനെ നൽകിക്കൊണ്ട് ആ സ്നേഹം പ്രദർശിപ്പിച്ചു. ഗോൽഗോഥ മലമുകളിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുമ്പോൾ അവിടെ സ്നേഹത്തിന്റെ ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നു. അത് വളരെ വിചിത്രമാണ്. അത് ഏതൊരു മനുഷ്യനെ കരളറിയിപ്പിക്കുന്നതാണ്. അകാരണമായി മരണത്തെ ഏറ്റുവാങ്ങുന്ന സ്നേഹസ്വരൂപനായ പുത്രൻ. പ്രിയമുള്ളവരെ, നാം ദൈവകൃപ അനുഭവിക്കേണ്ടതിന്, ആസ്വദിക്കേണ്ടതിന്, നാം ദൈവകൃപയുടെ ഭാഗമായി തീരേണ്ടതിന് വേണ്ടി ദൈവം തന്റെ പൊന്നോമന പുത്രനെ നമുക്കൊരു പ്രായശ്ചിത്ത മരണമാക്കി തീർത്തുകൊണ്ട് നമ്മെ സ്നേഹിക്കുകയും പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും ചെയ്ത ദൈവസ്നേഹം അത് എത്ര ശ്രേഷ്ഠമാണ്. ആ സ്നേഹം നമ്മുടെ നാവുകൾ കൊണ്ട്, 1000 നാവുകൾ കൊണ്ട്, 10,000 നാവുകൾ കൊണ്ട് വർണ്ണിച്ചാലും തീരാത്തത്ര മഹത്വം നേടിയതാണ്. ആ സ്നേഹത്തിന്റെ മുൻപാകെ നമുക്ക് ഒരു നിമിഷം നമ്മുടെ ഹൃദയം പകരാം. ആ നിർവ്യാജമായ സ്നേഹത്തിന് മുൻപാകെ നമുക്ക് അടിമണിയാം. നമ്മെ സ്നേഹിച്ച നിമിത്തം തന്റെ പൊന്നോമനപുത്രനെ തകർത്തി കളഞ്ഞ നിരുപമമായ സ്നേഹത്തിന്റെ മുൻപാകെ ഏറ്റവും സ്തുത്യർഹമായ ആരാധന നമുക്ക് ഹൃദയപൂർവ്വം അർപ്പിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ തിരുവഴുത്തുകളായ കർത്താവ് നമ്മെ ഇവരെയും ധന്യരാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവനാമം ഇന്നും എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പാപക്കുഴിയിലാണ്ടുപോയ നരനുമോചനം പ്രാപിപ്പതിനിതിന്റെ ആഴമാണു കാരണം. അനുസരിച്ചിടാതെ ആജ്ഞ അവഗണിച്ചതാ മനുജനോടു കരുണ കാണിച്ചതിനു കാരണം. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ.